ഒരു നാടൻ സാധനം ഇവിടെയൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട്. അതാ കോട്ടപ്പുറം ജാനകിയായിരിക്കും. അല്ല സാറേ, പുതിയതാണ്, ന്യൂ. പുതിയത്? ആ സത്യമാണ് സാർ. ഇന്ന് എൻ്റെ ഒരു സബ്സ്ക്രൈബർ വരുന്നുണ്ട്. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇപ്പൊ വീണേനെ. അപ്പോ അവനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ. പിന്നെ ട്യൂഷൻ മാത്തമാറ്റിക്സ് പരീക്ഷ ഇപ്പൊ വരും. എന്ത് വെയിറ്റ് ചെയ്യാൻ? ഇത്ര കാലം വെയിറ്റ് ചെയ്തു. അവൻ ഇപ്പൊ തന്നെ വരും. അപ്പൊ നമുക്ക് അവനെ ഒന്ന് നോക്കാം എങ്ങനെയുണ്ട്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. എങ്ങനെയുണ്ട് സബ്സ്ക്രൈബർ ആയതുകൊണ്ട് തന്നെ നമുക്കറിയില്ല ആളെങ്ങനെയാണെന്ന് അറിയില്ല. അവനെ രക്ഷിക്കാൻ പോയിട്ട് അവസാനം കുട്ടിയുടെ തിയറിയും തെറ്റി കൈക്കുഞ്ഞുമായിട്ട് കയറി വരരുത്. ആദ്യമായിട്ട് കാണുകയാണ്. അതിന്റെ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ട്. കുറെ നേരം ആയല്ലോ ആശാൻ, ഇത് എപ്പോഴാ? അതെന്താ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ? കുറച്ചൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. തിരക്കൂട്ടല്ലേ? ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം. പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. മെമ്പർ പറഞ്ഞില്ല എന്ന് വേണ്ട. ഹായ്, യാത്രയൊക്കെ സുഖമായിരുന്നോ? വെളുപ്പിന് കാറേക്കരുത്. എന്താ ദൂരം. അവൻ അകത്ത് കുളിക്കാൻ പോയിരിക്കുകയാണ്. ബാത്റൂമിൽ കയറി എന്താ ചെയ്യാ? 1.5 മണിക്കൂറായല്ലോ കേറിയിട്ട്. 1.5 മണിക്കൂറായോ? പിന്നെ ഞാൻ അരി പഠിച്ചോണ്ടിരുന്നപ്പോ കേറിയതാ. പുട്ടും ഉണ്ടാക്കി പപ്പടവും കാച്ചി കഴിഞ്ഞു. കുഴപ്പമായോ ദൈവമേ? നമുക്കൊന്ന് ചെറുതായിട്ട് ടീസ് ചെയ്ത് നോക്കാം. ഞാൻ ഉറങ്ങിയ പോലെ കിടക്കും. അയ്യോ, അതിനൊന്നും ഇപ്പൊ സമയമില്ല. അവന് കളിക്കാൻ വല്ല അറിയോ? അനുപമയ്ക്ക് എന്റെ കൂടെ കളിക്കാനായിരുന്നു കൂടുതൽ ഇഷ്ടം. ഓർക്കാഞ്ഞിട്ടാ. അതിനെയാണ് കേട്ടോ. അപ്പൊ അവൻ എന്ത് ചെയ്യും നമുക്കറിയണ്ടേ. പറഞ്ഞു വരുമ്പോ നമ്മൾ രണ്ടും കളിക്കാരാ. അതെ, രാത്രി എല്ലാരും ഉറങ്ങിയിട്ട് ഞാൻ വരാം. നമുക്ക് ഇവിടെ ഇരുന്ന് വെളുക്ക വേഷ കളിക്കാം. ഒന്ന് ടെസ്റ്റ് ചെയ്യാന്നേ. ദാ ഞാൻ ബെഡ്റൂമിലുണ്ടേ. ബുദ്ധിയില്ലാത്ത വർഗം, നാണക്കേട്. സദാചാരബോധമില്ലാത്ത ഇത്തരം സ്ത്രീകളും അവരെ നോക്കി പല്ലിളിച്ചു കാട്ടി അരിയാട്ടുന്ന ചില കോന്തന്മാരുമാണ് ഈ നാടിന്റെ ശാപം. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാനൊന്ന് കിടക്കുവാണ് കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് വന്നാ മതി ബെഡ്റൂമിലേക്ക്. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. എനിക്ക് കിടന്നാൽ അടുത്ത പഞ്ചായത്ത് കൂടട്ടെ. ഇതുങ്ങളൊക്കെ ഇവിടുന്ന് അടിച്ച് ഓടിച്ച് എരുമച്ചാണോ കലക്കി തളിച്ച് ശുദ്ധമാക്കണം. ഞാൻ നൈസായിട്ട് കിടക്കാൻ പോവാണ്. ഇട്ടിപ്പെട്ട് സാധനം വളഞ്ഞത് തന്നെ. ചില ശബ്ദങ്ങളും കരച്ചിലും ഒക്കെ ഇവിടുന്ന് കേട്ടോന്ന് വരും. വാതിലും ജനലും ഒക്കെ അടച്ച് അകത്തിരുന്നോണം എല്ലാരും. കുക്ഷിശാസ്താവേ ശരണം.